ഹായ് ഫ്രണ്ട്സ്, ഉറക്കമില്ലായ്മ ഇത് ഇന്നത്തെ സമൂഹത്തിൽ അത് ഏജ് വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളൊരു ഒരു പ്രശ്നമാണ്. അപ്പം ഇന്ന് ഞാനും മിനിയും കൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഉറക്കത്തെ പറ്റിയുള്ള സ്ലീപ്പ്, എന്താണ് നല്ല ഉറക്കം, പിന്നെ എന്തുകൊണ്ട് നല്ല ഉറക്കം കിട്ടുന്നില്ല, നല്ല ഉറക്കം കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഉറക്കം കൊണ്ടുള്ള പ്രയോജനം എന്താണ്. നല്ല ഉറക്കം എന്ന് പറയുമ്പോൾ ജയ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു അഡൾട്ടിന് ഒക്കെ ഒരു 7 to 8 hours നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ, നന്നായിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു ഉറങ്ങുമ്പം വിതിൻ ഒരു 20 to 30 minutes നല്ല ഉറക്കത്തിലോട്ട് വീഴണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു 7 to 8 hours ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് ഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ്, ഒന്ന് ചിലർക്ക് ഒരു പ്രാവശ്യം ഒന്ന് തിരിഞ്ഞും മറിഞ്ഞോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോവോ, ഒരു പ്രാവശ്യം ഒന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് പക്ഷേ ഒരു 5 to 10 minutes തന്നെ തിരിച്ചുറക്കത്തിലോട്ട് പോകണം. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിങ്സ്, നല്ല എനർജറ്റിക്ക്, നമുക്ക് നന്നായിട്ട് എല്ലാ ജോലിയൊക്കെ ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു നല്ല ഉറക്കമാണ്. ഓക്കെ, സോ നല്ല ഉറക്കത്തിൽ ലൈക്ക് എന്തൊക്കെയാണ് നന്നായിട്ട് ഉറങ്ങിയാലുള്ള നമ്മുടെ ബോഡിക്ക്, അതായത് നമ്മുടെ ബ്രെയിന്, സോ അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഗുഡ് സ്ലീപ്പ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കും നമ്മുടെ ബ്രെയിനിനും? ഇത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാനൊക്കെ വിചാരിച്ചു ഉറങ്ങി നമ്മൾ സമയം വേസ്റ്റ് ആക്കുവാണ്, ഉറങ്ങേണ്ട ആവശ്യമില്ല, നമ്മൾ എത്ര നേരം കൂടുതൽ ഉറങ്ങുന്നോ അത്രത്തോളം നമ്മൾ ടൈം വേസ്റ്റ് ആക്കുവാണ്, അത്രയും സമയം നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഉറങ്ങുമ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡി ഒരു മെഷീനാണ് അല്ലേ, എല്ലാത്തിനും ഒരു വാറൻറ്റിയും ഗ്യാരൻറ്റിയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ആകുന്ന ഈ മെഷീനും ഒരു റെസ്റ്റ് വേണം. അതായത് ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, കാരണം ഇപ്പോഴത്തെ തലമുറ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഒരു മൊബൈൽ ഫോണ്. അപ്പോൾ നമ്മൾ ഓർത്ത് നമ്മുടെ മൊബൈൽ ഫോണ് നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുന്നു, അത് ഫുള്ളി ചാർജ് ആയെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഫുള്ളി അത് ഉപയോഗിക്കാൻ പറ്റും, ഇൻറ്ററപ്ഷൻ ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അത് എത്ര ചാർജ് ഉണ്ട് അത് കംപ്ലീറ്റ് ഉപയോഗിക്കാൻ പറ്റും. അതേ സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഹാഫ് ചാർജ് ആയതേ ഉള്ളുവെങ്കിൽ രാവിലെ നമുക്കൊരു ഇത്ര സമയം ഉപയോഗിക്കണമെന്നുണ്ടല്ലോ, ആ സമയത്തിന് നമ്മുടെ നീഡ് അനുസരിച്ച് പറ്റത്തില്ല, അത് ഡെഡ് ആവും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിൻ്റെ വയറിങ്ങും റീവയറിങ്ങും ബ്രെയിനിലുള്ള ടോക്സിൻസും എല്ലാം ക്ലിയർ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ടോക്സിൻസ് എല്ലാം അടിഞ്ഞുകൂടും. നമുക്ക് പുതിയ ഇൻഫോർമേഷൻ ബ്രെയിനിലോട്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ആ ബ്രെയിനിൻ്റെ സെൽസ് എല്ലാം ഓൾറെഡി ഇൻഫർമേഷൻ നിറഞ്ഞിരിക്കുക, വേണ്ടതും വേണ്ടാത്തതും എല്ലാം അവിടെ ഇരിക്കുവാണ്, പുതിയത് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വേണ്ടതും വേണ്ടാത്തതുമായിട്ട് തരംതിരിച്ച് ബ്രെയിനെ ക്ലീനപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മെയിനായിട്ട് ഒരു റീസൺ ഈ അൽസൈമേഴ്സും ഡിമെൻഷ്യയും ഒക്കെ വരാനുള്ള മെയിൻ ഒരു റീസണാണ് ഉറക്കമില്ലായ്മ. ഓക്കെ, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ബിസി ലൈഫിൽ ജോലിയുടെ സ്ട്രെസ് കൊണ്ടും പഠിത്തത്തിൻ്റെ സ്ട്രെസ് കൊണ്ടും ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോഴത്തെ നമ്മൾ കാണുന്നുണ്ട് അൽസൈമേഴ്സും ഡിമെൻഷ്യയും ഡേ ബൈ ഡേ കൂടിക്കൂടി വരുവാണ്. ഇത് ബ്രെയിൻ്റെ ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ പല ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ആ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ഇംബാലൻസും, ചില ഹോർമോണുകൾ നമുക്ക് ഉറക്കത്തിന് വേണ്ടിയുള്ളതാണ്, ചിലത് നമുക്ക് എഴുന്നേക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഹോർമോണിനെ പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കഴിവതും സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുവാണ് അങ്ങനെ കുറേ ഹോർമോൺസ് ഉണ്ട്. അത് നമ്മുടെ ഉറക്കത്തിന് വേണ്ടിയുള്ളതും നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഫീമെയിൽ ഹോർമോൺസ്, മെയിൽ ഹോർമോൺസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അപ്പം അതിൻ്റെ പ്രോപ്പർ ഫങ്ഷന് പ്രൊഡക്ഷനും നമ്മുടെ ഉറക്കം വളരെ അത്യാവശ്യമാണ്. സോ ഈ ഉറക്കമില്ലായ്മ, അതായത് ഇൻസോമിനിയ, അത് പലതരത്തിലുള്ള ഇൻസോമിനിയാസ് ഉണ്ടല്ലോ, ലൈക്ക് പഠിച്ചതിൽ അതായത് നമുക്ക് മെയിനായിട്ട് 3 അതായത് ഇനീഷ്യൽ ഇൻസോമീനിയ, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 20 to
30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല ഉറക്കത്തിലോട്ട് വീഴണം. അപ്പം അങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇതിപ്പം പറഞ്ഞപ്പം ഞാനത് പറയുമ്പം നമ്മുടെ ഉറക്കമില്ലായ്മയ്ക്ക് പല കാരണങ്ങളുണ്ട് ആദ്യമായിട്ട്. അപ്പം അത് ചിലപ്പോൾ ഫിസിക്കൽ കണ്ടീഷനായിരിക്കും. അപ്പോൾ ഒരു ഫിസിക്കൽ കണ്ടീഷൻ പെയിനോ അങ്ങനെ ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിൽ അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അപ്പം മെയിനായിട്ടും പെയിനും ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള സമയത്താണ് ഇനീഷ്യൽ ഇൻസോമീനിയ. പിന്നെ ഉള്ളതാണ് ഇൻട്രപ്റ്റഡ് സ്ലീപ്പ്. അതായത് നമ്മൾ നന്നായിട്ട് ഉറങ്ങി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുവാണ്. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അത് കൂടുതലായിട്ടും PTSD, ട്രോമ, നൈറ്റ് മെയർ, നൈറ്റ് ടെറർ ഇങ്ങനെയുള്ളവരിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ഷുഗർ, ഡയബറ്റിക് ആയിട്ടുള്ളവർ ചിലപ്പം ഷുഗർ ഹൈ ആണെങ്കിൽ ഉറക്കത്തിലോട്ട് വീഴാൻ പ്രയാസമാണ്. ഇടയ്ക്ക് ഷുഗർ ഡ്രോപ്പ് ചെയ്യുകയോ വേരിയേഷൻ വരുമ്പോൾ ഇൻട്രപ്റ്റഡ് സ്ലീപ്പ് വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഡ്രഗും ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്നവർ, അവർക്കും ഇൻട്രപ്റ്റഡ് സ്ലീപ്പാണ് കൂടുതൽ. പിന്നെ ടെർമിനൽ ഇൻസോമീനിയ, നേരത്തെ എഴുന്നേക്കും. നമുക്കൊരു സമയമുണ്ട് എഴുന്നേക്കാൻ വേണ്ടി, പക്ഷെ അതിന് മുമ്പ് ഒരു 3 AM 4 AM ഒക്കെ എഴുന്നേറ്റിട്ട് പിന്നെ ഉറക്കത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്. മെയിനായിട്ട് 3 തരം സ്ലീപ്പാണുള്ളത്. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി, ഞാനത് പറയാൻ വിട്ടുപോയായിരുന്നു, നമ്മുടെ ബോഡി തന്നെ ഒരു കോൾഡ് ക്ലാമി സ്കിന്നാവും, നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ സ്ലോ ഡൗൺ ആകും. അതായത് നമ്മുടെ സ്ലീപ്പ് പാരലൈസിസ് പോലെയാണ്. മിനിമം വൈറ്റൽ ഫങ്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം നമ്മൾ നെക്സ്റ്റ് ഡേയിലേട്ടുള്ള എനർജി എല്ലാം റീഗെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ബോഡി ഫുള്ളി റെസ്റ്റ് എടുക്കുവാണ്. അതിൽ സ്ലീപ്പിൽ തന്നെ നമുക്ക് നോൺ REM സ്ലീപ്പ്, REM സ്ലീപ്പ്, അങ്ങനെ പലതരം ഉണ്ട്. അപ്പോൾ ഓരോ സ്ലീപ്പിലും എന്തൊക്കെയാണ് ഫങ്ഷൻ നടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ വളരെ വിശദമായിട്ട് നമ്മളിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ആ ബോഡിയിൽ ഉറക്കം വളരെ ആവശ്യമാണ്. നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഹെൽത്തിന് വളരെ ആവശ്യമാണ്. നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം ബ്രെയിൻ ഫോഗ്, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു കാര്യവും ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്ത് അതുമൂലം ആക്സിഡൻറ്റും മറ്റു പല കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതോടനുബന്ധിച്ചാണ് നമുക്ക് മൂഡ് സ്വിങ്സ് വരുന്നത്, ആങ്കർ, ഇറിറ്റബിലിറ്റി ഇതെല്ലാം വരും. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിൻ്റെ കുഴപ്പം വരുന്നു, നമുക്ക് ഹാർട്ട് ഡിസീസ് വരുന്നു, ഷുഗറിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഡയബറ്റിക് അതുപോലെ അസുഖങ്ങൾ വരുന്നു, ഒബേസിറ്റി വരുന്നു, പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, മെയിൻ ആൻഡ് ഫീമെയിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഒരു നീണ്ട നിരയാണ്. നല്ല ഉറക്കം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ഒരിക്കലും ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ എടുത്ത് ഉറങ്ങാം, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ ഒരു രാത്രി നമ്മൾ ഉറക്കം ഗേവപ്പ് ചെയ്തു എന്ന് വിചാരിച്ച് പിറ്റേ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. അതൊരു നമുക്ക് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് ട്രാവൽ ചെയ്യുന്നു, ജെറ്റ് ലാഗ്. അതായത് ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമുക്കൊരു റിതമുണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ ആ ഒരു റിതവും നമ്മുടെ ഒരു സർക്കേഡിയം റിതമുണ്ട്, ഒരു സ്ലീപ്പിൻ്റെ ഒരു ക്ലോക്കുണ്ട്. അതായത് നമുക്ക് ഈ ഭൂമിയുടെ തന്നെ ഒരു ക്ലോക്കും ഉണ്ട്, നമ്മുടെ ബോഡിക്ക് ഒരു ക്ലോക്കുണ്ട്. ഇത് തമ്മിൽ മാച്ച് ആവണം. അപ്പം നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്ത് അമേരിക്കയിലോട്ട് വരുമ്പോൾ നമ്മുടെ സർക്കേഡിയം റിതത്തിൻ്റെ ഒരു ചേഞ്ച് വന്ന് ജെറ്റ് ലാഗ് കൊണ്ട് നമുക്ക് ശരിക്കും സമയത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ 1 മണിക്കൂർ ഉറക്കം ഗേവപ്പ് ചെയ്തെങ്കിൽ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് പറഞ്ഞത് അതൊന്ന് റീഗെയിൻ ചെയ്ത് വരാൻ. അതുകൊണ്ട് എപ്പോഴും ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ എന്താണോ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു അസുഖമല്ല, അതൊരു മറ്റെന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒരു കാരണമാണ്, കോസ് ഉണ്ട്. അപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് വരുമ്പം നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ പോയി കണ്ട് എന്താണ് അതിൻ്റെ കാരണം അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അല്ലാതെ ഡോക്ടറെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്ക ഗുളികത്താ, എനിക്ക് ഉറക്കത്തിൻ്റെ മരുന്ന് വേണമെന്നല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതിൻ്റെ കാരണം എന്താണ് അത് ആദ്യം കണ്ടുപിടിക്കണം. അത് ചിലപ്പം ഫിസിക്കലായിരിക്കാം, മെൻ്റലായിരിക്കാം, ഇമോഷണലായിരിക്കാം, എന്തെങ്കിലും റീസൺ കാണും. അപ്പം നമ്മളെപ്പോഴും ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ കാരണമായിരിക്കും. കോസ് കണ്ടുപിടിച്ച്
അതിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. അതെ അതെ അല്ലേ? അപ്പൊ അല്ലാതെ സ്ലീപ്പിംഗ് എയ്ഡ് ഓടിപ്പോയി വാങ്ങുവോ അല്ലെങ്കിൽ കഴിക്കുകയല്ല ഇന്ന് രാത്രി എനിക്കൊന്ന് നന്നായിട്ട് ഉറങ്ങണം എന്നാ പിന്നെ ഞാൻ ഇത് കഴിച്ചേക്കാം, അങ്ങനെയായിരിക്കും ചിലരുടെ വിചാരം. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഒരു വൂണ്ട് വന്ന് ഇൻഫെക്റ്റഡ് ആയി, നമ്മൾ അതിന്റെ പുറകിൽ ബാൻഡേഡ് ഒട്ടിച്ചൊട്ടിച്ചിരിക്കുക, പക്ഷെ അത് ആ ഉള്ളിലോട്ട് പോയി ഇൻഫെക്ഷൻ കൂടി വരുവാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു പ്രോബ്ലംസിന്റെ മുകളിൽ ബാൻഡേഡ് അല്ല ഒട്ടിക്കേണ്ടത്. എന്താണ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്ത് എന്തുകൊണ്ടാണ് അത് ഇത് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ കൂടുന്നതെന്നുള്ള കാരണം. അതുപോലെ തന്നെയാണ് സ്ലീപ്പിന്റെ കാര്യങ്ങൾ. സോ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആരും ഇൻസോംനിയെ ട്രീറ്റ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ അറിവില്ലായ്മ. കാരണം നമ്മളെപ്പോഴും പറഞ്ഞില്ല, സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ കേൾക്കാറില്ല. നമ്മളെപ്പോഴും പേഴ്സണൽ ഹൈജീൻ, അതുപോലെ തന്നെ നമ്മൾ ഡെന്റൽ ഹൈജീൻ, അതുപോലെ തന്നെ നമ്മൾ കുട്ടികളോട് പറയും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, എക്സസൈസ് എടുക്കണം, വൈറ്റമിൻസ് ഇമ്പോർട്ടൻസ് ആണ്, പഠിക്കണം, ഇതൊക്കെ പറയും. പക്ഷെ ആരും പറയത്തില്ല നന്നായിട്ട് ഉറങ്ങണമെന്ന്. നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാലേ ഉള്ളൂ നമ്മുടെ ബ്രെയിൻ എല്ലാം ഫീഡ് ചെയ്ത് നാളെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. ഇന്നൊരു രാത്രി ഉറങ്ങിയില്ലെങ്കിലും കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കാല് തണുത്ത വെള്ളത്തിലൊക്കെ വെച്ച് പഠിച്ച് ഇന്നൊരു ദിവസത്തേക്ക് പഠിച്ചാൽ പോരെ, ഇത് എക്സാം കഴിയുമ്പോൾ നന്നായിട്ട് ഉറങ്ങാം എന്ന് പറയാം. അല്ല, നീ ഇന്ന് വൈകിട്ട് നന്നായിട്ട് ഉറങ്ങ്, എങ്കിൽ പോയി നാളെ നന്നായിട്ട് എക്സാം എഴുതാം. കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ നമ്മുടെ സമയത്തൊക്കെ എങ്ങനെയും പഠിച്ചു തീർക്കണം, എന്നിട്ട് എക്സാം എഴുതിയിട്ട് നാളെ പോയി ഉറങ്ങാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ ജനറേഷനിലൊക്കെ നമ്മൾ നേരത്തെ കിടക്കും, രാവിലെ നേരത്തെ ഫ്രഷ് ആയിട്ട് ബ്രെയിൻ എല്ലാം നല്ല ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള പഠിത്തമായിരുന്നു, രാവിലെ എഴുന്നേറ്റ് പോയി. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ലല്ലോ. ഈ ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ അവരൊരു 2 മണി വരെ 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച് പിന്നെയാണ് അവർ ഉറങ്ങുന്നത്. നമ്മൾ പറയും ഫ്രഷ് ബ്രെയിൻ ക്യാച്ച് കൂടുതൽ ലേൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിളായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല ആക്ച്വലി. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ഉറങ്ങുന്ന പാറ്റേൺ ചിലപ്പം സെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ നമ്മളൊരു വിധം സ്ലീപ്പ് എന്താണെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് സ്ലീപ്പ് ഹൈജീനിലോട്ട് പോകാം. അതെ, പേഴ്സണൽ ഹൈജീൻ, ഡെന്റൽ ഹൈജീൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ലീപ്പ് ഹൈജീൻ. സ്ലീപ്പ് ഹൈജീനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞ. അതായത് സ്ലീപ്പ് ഹൈജീൻ അല്ലെങ്കിൽ സ്ലീപ്പ് ഹാബിറ്റ് എന്ന് പറയും. അതായത് നമുക്കെപ്പോഴും ഏറ്റവും നല്ലത് നമുക്കൊരു സ്ലീപ്പ് ടൈം വേണം, ഒരു സ്കെഡ്യൂൾഡ് വേണം. ഇത്ര സമയത്ത് ഞാൻ കിടക്കും, ഇത്ര സമയത്ത് ഞാൻ എഴുന്നേക്കും. ചിലപ്പോൾ നമുക്കത് പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ എന്നാലും കഴിവതും പാറ്റേൺ കീപ്പ് ചെയ്യുക ഒന്നാമത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നല്ലൊരു എൻവയോൺമെന്റ് വേണം ഉറങ്ങാൻ. അതായത് അതിനൊരു കാരണമുണ്ട് പറയാൻ. നമ്മുടെ റൂം നല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുവാണ്. അപ്പം വേറെ മെറ്റാബോളിസം, വേറെ ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മുടെ റൂമൊക്കെ നല്ലൊരു തണുത്തിരിക്കുകയാണ്, നമ്മുടെ ബോഡി പെട്ടെന്ന് അങ്ങ് ഉറക്കത്തിലോട്ട് വീഴും. കാരണം നമുക്ക് ബോഡി വേറെ മെറ്റാബോളിസം, ഇപ്പം നമ്മുടെ ചൂടാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം കൂടിയിരിക്കും. അതേസമയത്ത് നമ്മൾ ആ തണുത്ത അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. കാരണം ചൂടുവെള്ളം നമ്മുടെ ശരീരത്തോട്ട് ഒഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഡൗൺ ആകുക ചെയ്യുന്നത്. അപ്പം ബോഡിയുടെ ആ ചൂടുവെള്ളത്തിൽ കുളിയും നല്ല അറ്റ്മോസ്ഫിയറും ഈ കോമ്പിനേഷൻ നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു ഗ്ലാസ് ചൂട് പാല് കുടിക്കുന്നത് നല്ലതാണ്. ആ പാലിനകത്തുള്ള ഒരു എൻസൈം നമ്മളെ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി പ്രിപ്പയർഡ്, ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും ചെയ്യില്ല. സ്ലീപ്പ് ടൈം ഉള്ള പോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഒരു റുട്ടീൻ, ഞാൻ ഉറങ്ങാൻ പോകുവാണെന്ന്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് കോഫി ആയിക്കോട്ടെ, ടീ ആയിക്കോട്ടെ, കോക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 6 PM കഴിഞ്ഞിട്ട് കഴിക്കാതിരിക്കുക. അതിലും ഉറക്കത്തിന് പ്രശ്നമുള്ളവർ രാവിലെ കഴിച്ചാൽ മതി, പിന്നെ കഴിക്കണ്ട. കാരണം കോഫിയൊക്കെ ഒരു സ്റ്റിമുലന്റ് ആണ്. അപ്പൊ അത് നമ്മളെ ആക്റ്റീവായിട്ട് വെക്കും, ഉറക്കത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഹൈ ഷുഗർ കണ്ടന്റ്, അതായത് ജ്യൂസ്, അങ്ങനെ
ജ്യൂസും പിന്നെ നമ്മൾ എന്തെങ്കിലും ചോക്ലേറ്റുകൾ, ഐസ്ക്രീം, ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകളും കഴിക്കരുത്. ഇതെല്ലാം ഒരു സ്റ്റിമുലന്റ് ആണ്. അതുപോലെ തന്നെ ഹെവി മീൽ കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാനും പ്രയാസമാണ്. പിന്നെ നമുക്ക് റിഫ്ലെക്സസ് ഒക്കെ ഉണ്ടാക്കും, അതും ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ബെഡ്റൂം ഉറങ്ങുന്നതിന് മുമ്പ് വിഗറസ് എക്സസൈസ് ഒന്നും ചെയ്യരുത്. കാരണം ആ എക്സസൈസും നമ്മളെ അതൊരു സ്റ്റിമുലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഏർലി പാർട്ട് ഡേ ടൈമിലൊക്കെ നല്ലൊരു എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. നല്ല ഉറക്കം കിട്ടാനും നമുക്ക് സഹായിക്കും. സ്ലീപ്പ് ഹൈജീനിൽ ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഡ്യൂറിങ് ദ ഡേ നമ്മൾ ഓഫുള്ള ദിവസമൊക്കെ ചിലരൊരു ചെറിയ നാപ്പൊക്കെ ഉച്ചയ്ക്ക് എടുക്കും. അതിന്റെ ടൈം കുറച്ച് ലിമിറ്റ് ചെയ്താൽ ലൈക്ക് ഒത്തിരി നേരം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മിനി പറഞ്ഞത്. ഞാനത് പറയാൻ വിട്ടുപോയി. നമുക്കൊരു നാപ്പ് എടുക്കാം, ഒരു 10 to 20 മിനിറ്റ്സ്. ഒരു ഇടയ്ക്കൊരു നാപ്പ് എടുത്തോണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാളും കൂടുതൽ എടുക്കല്. മാക്സിമം 30 മിനിറ്റ്സ്. അല്ലെങ്കിൽ നമ്മുടെ രാത്രിയിൽ ഉറങ്ങത്തെ. പിന്നെ ലേറ്റ് ആയിട്ട് പോയി ഒരിക്കലും നാപ്പ് എടുക്കില്ല. അത് നമ്മുടെ ഉറക്കത്തെ നമ്മൾ അഫക്ട് ചെയ്യും. ചെറിയ നാപ്പ് കുഴപ്പമില്ല, പക്ഷെ അത് ഒരു നാപ്പേ ഉള്ളു എടുക്കാവുള്ളൂ. ഹോൾ ഡേയിൽ പകല് മൊത്തം കിടന്നിട്ട് പിന്നെ രാത്രി ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഉറക്കം നടക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ലൈറ്റ്. ഓക്കെ, നമ്മളിപ്പം ഞാൻ പറയാൻ കാരണം നമുക്കറിയാമല്ലോ ഒരു സ്ലീപ്പ് ഹോർമോണാണ് മെലറ്റോണിൻ. അപ്പൊ മെലറ്റോണിൻ ഡാർക്ക്നെസ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതാ പറയാം, നമ്മൾ ഉറങ്ങാനുള്ള റൂമും ഒരു ഡാർക്കായിട്ട് അതനുസരിച്ച് സെറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഈ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുമ്പം ആ മെലറ്റോണിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അപ്പൊ എന്താ പിന്നെ നമുക്ക് മെലറ്റോണിനാണ് നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നത്. അത് അപ്പൊ ഡാർക്ക്നെസ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ബ്ലൂ ലൈറ്റ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണ്, ടെലിവിഷൻ, ഇതിലൊക്കെയുള്ള ബ്ലൂ ലൈറ്റ് ആണ്. ഈ ബ്ലൂ ലൈറ്റ് ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ പോയി റെറ്റിനയെ സ്റ്റിമുലേറ്റ് ചെയ്ത് മെലറ്റോണിൻ പ്രൊഡക്ഷനെ കുറവാക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കിടക്കുന്നതിന് മുമ്പ്, അതായത് ഒരു 2 മണിക്കൂർ TV പാടില്ല, മൊബൈൽ ഫോണും പാടില്ല. ഒരു കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തണം. അതായത് TV, മൊബൈൽ ഇതെല്ലാം മാറ്റി വെക്കണം. അതുപോലെ തന്നെ ബെഡ്റൂമിൽ TV വെക്കരുത്. അല്ലാതെ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനും സെക്സിനും മാത്രമുള്ളതാണ്, മറ്റൊരു കാര്യത്തിനും അത് ഉപയോഗിക്കരുത്. പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഫിസിക്കലി മെന്റലി നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഞാൻ ഉറങ്ങാൻ പോകുവാണ്. അഥവാ ചിലർക്കൊരു നൈറ്റ് ടൈം റുട്ടീൻ ഉണ്ടെങ്കിലും ഒന്ന് കാം ഡൗൺ ആകാൻ അത് സഹായിക്കും. ചിലരുണ്ട് തലമുടിയൊക്കെ ചീകി ബ്രഷൊക്കെ ചെയ്ത് ഇച്ചിരി ലോഷനൊക്കെ പുരട്ടി അങ്ങനെ ഉറങ്ങുന്ന ആ റുട്ടീൻ ആണെങ്കിൽ അത് ചെയ്യണം. പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും വായിച്ചാൽ കുഴപ്പമില്ല. അത് കാരണം നമ്മൾ ഈ TV കാണുമ്പം ബ്ലൂ ലൈറ്റ് മാത്രമല്ല, ചിലപ്പോൾ നമുക്കറിയത്തില്ല എന്താ TV-യിലുള്ളത്, ഒരു എക്സൈറ്റ്മെന്റ് തരും, അതൊക്കെ ഒരു സ്റ്റിമുലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ആ സമയത്ത് നമ്മളൊരു ബുക്ക് വായിച്ചാൽ നമ്മളെ അങ്ങ് കാം ഡൗൺ ആകും. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഉറങ്ങുവാണ്, 20-30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കാതെ റൂമിന് വെളിയിലിറങ്ങി പോയി വേറൊരു റൂമിൽ പോയിരുന്ന് എന്തെങ്കിലും വായിക്കുകയോ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ട് ടയർഡ് ആകുമ്പോൾ അതാ പറഞ്ഞ ബെഡ്റൂം എന്ന് പറയുന്നത് ഉറങ്ങാൻ ആണ്ട് ഉപയോഗിക്കണം, അല്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനായിട്ട് ഉപയോഗിക്കരുത്. അപ്പം അങ്ങനെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കവറപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഇതെല്ലാം ഈ സ്ലീപ്പ് ഹൈജീൻ ജയ പറഞ്ഞതനുസരിച്ച് കുറച്ച് നമുക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ലീപ്പ് ബെറ്റർ ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ മുതിർന്നവരെ എല്ലാം പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ്. അതെങ്ങനെ നമ്മൾ സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രം പറഞ്ഞാൽ പോരാ, അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് സ്ലീപ്പ് ഹൈജീൻ നന്നായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് സംഭവിക്കാം എന്നുള്ള കാര്യവും, അത് നല്ല സ്ലീപ്പ് ചെയ്താൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതും എല്ലാവർക്കും കുറച്ച് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ. അപ്പം ഇനി നമ്മൾ ഏകദേശം സ്ലീപ്പിനെ പറ്റി ഏകദേശമൊക്കെ കവറപ്പ് ചെയ്തു. പക്ഷേ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറയാതെ എങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും? കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ആൻസൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയുള്ളവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ട്രോമ, അങ്ങനെ എന്ത് മെൻ്റൽ ഹെൽത്ത് ഡിസീസ് പ്രോബ്ലംസ് ഉള്ളവർക്കും ഉറക്കം ഒരു മെയിൻ പ്രോബ്ലമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ്, ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡറിനെ കണ്ട്
അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു സ്ലീപ്പ് എയ്ഡിന് തന്നെ ആവശ്യം വരത്തില്ല. അപ്പോൾ സ്ലീപ്പ് ഹൈജീൻ ഫോളോ ചെയ്യുക. ഏറ്റവും ആദ്യമായിട്ട് സ്ലീപ്പ് പ്രോബ്ലംസ് ഉള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് സ്ലീപ്പ് ഹൈജീൻ ഫോളോ ചെയ്യുക. എന്നിട്ട് സ്ലീപ്പ് പറ്റുന്നില്ല എങ്കിൽ ഒരു പ്രൊവൈഡറെ കാണുക, ഡോക്ടറെ കണ്ടിട്ട് എന്താണ് അതിൻ്റെ റീസൺ അത് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ആണെങ്കിൽ അത്, ഫിസിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അത്. ഇപ്പം അങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളും പറയാനായിട്ടുണ്ട്. ഞങ്ങൾ പെരിഫറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. തൈറോയിഡിൻ്റെ അബ്നോർമാലിറ്റി കൊണ്ട് സ്ലീപ്പ് പ്രോബ്ലംസ് വരും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് സ്ലീപ്പ് പ്രോബ്ലംസ് വരും, അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എനിക്ക് ഇന്നതാണോ എന്ന് വിചാരിക്കാതെ ഒരു പ്രൊവൈഡറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത്, സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാൻ വേണ്ടി. അപ്പം ഒരു മെഡിസിനാണ് സ്ലീപ്പ്. നമ്മൾ മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് സ്ലീപ്പ് എന്ന് കരുതി അത് എല്ലാവരും ഇത് ടേക്ക് കെയർ ചെയ്യുക. നമ്മളും സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ സഹായിക്കാമോ അതെല്ലാം ചെയ്യുക. എന്നിട്ടും നമ്മുടെ സ്ലീപ്പ് ഇംപ്രൂവ് ആകുന്നില്ല, നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ആരെയെങ്കിലും ഡോക്ടേഴ്സിനെ കണ്ട് അതിനുള്ള റീസൺ കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഓക്കെ, എനിവേ ഇത്രയും സമയം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ടും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനായിട്ടും ഒത്തിരി താങ്ക്സ്. താങ്ക് യു.